ഇപ്പോൾ നമ്മൾ സാലറി ഹെഡ് ഇവിടെ കംപ്ലീറ്റ് ചെയ്തേക്കാണ്. സാലറി ഹെഡിൽ ഓരോ ഇൻകം, അലവൻസുകൾ, പെർക്വിസിറ്റ്സ്, പ്രൊവിഡൻറ്റ് ഫണ്ട്, ഗ്രാറ്റുവിറ്റി, പെൻഷൻ, ലീവ് എൻകാഷ്മെൻറ്റ്, സാലറി, ഇത്രയും ക്ലാസിഫിക്കേഷനാണ് നമ്മൾ കണ്ടേക്കണേ. അപ്പോൾ ഒരാളുടെ ബേസിക് സാലറിയുടെ ഒപ്പം എന്തൊക്കെ ടാക്സബിൾ ആവുമെന്ന് നമുക്ക് നോക്കാം. ഇനി അതെല്ലാം ക്ലിയർ ആവാൻ വേണ്ടി നമുക്കൊരു സാലറി പ്രോബ്ലം ചെയ്യാം. The following are the particulars of income of Mr. Baburaj for the previous year ended 31st March 2020. He is employed by an individual. അപ്പോൾ താഴെ തന്നിരിക്കുന്ന ഡീറ്റെയിൽസ് മിസ്റ്റർ ബാബുരാജിൻ്റെ പ്രീവിയസ് ഇയറിൽ ഏൺ ചെയ്തേക്കുന്ന ഇൻകംസ് ആണ്. ഇതനുസരിച്ച് അയാളുടെ ഗ്രോസ് സാലറി കണ്ടുപിടിക്കാനായിരിക്കും നമ്മുടെ ചോദ്യം. സാലറി 9,000 പെർ മന്ത്. ഇപ്പോൾ ബേസിക് സാലറി 9,000 പെർ മന്ത് തന്നിട്ടുണ്ട്. ബോണസ് ഈക്വൽ ടു 2 months സാലറി. 2 months സാലറിക്ക് ഈക്വലൻ്റ് ആയിട്ടുള്ള ബോണസ് കിട്ടുന്നുണ്ട്. ഡോഗ് അലവൻസ് നമ്മൾ കാണാത്ത അലവൻസാണ്. ബാക്കി നമ്മൾ കാണാത്ത ഏത് അലവൻസ് വന്നാലും ഫുള്ളി ടാക്സബിൾ ആണ്. ഓക്കെ, ഡോഗ് അലവൻസ് 150 പെർ മന്ത്. സ്പെഷ്യൽ അലവൻസ് 120 പെർ മന്ത്. Employees contribution to recognized provident fund at the rate of 15% of salary. അപ്പോൾ നമുക്ക് ഈ ക്വസ്റ്റ്യൻ്റെ ഓർഡറിൽ തന്നെ ആൻസർ ചെയ്യാം. അപ്പോൾ ഒന്നും സ്കിപ്പ് ആവില്ല. എംപ്ലോയി റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് അയാളുടെ സാലറിയുടെ 15% കോൺട്രിബ്യൂട്ട് ചെയ്യേണ്ടതെന്ന് പറയണു. ഇത് മിസ് അവിടെ പറഞ്ഞിട്ടുണ്ട്. സെപ്പറേറ്റ്ലി ടാക്സബിൾ ആക്കണ്ട. കാരണം ഒരാളുടെ സാലറി എന്ന് പറഞ്ഞാൽ അതിലേക്ക് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്കുള്ള കോൺട്രിബ്യൂഷനും എല്ലാം ഇൻക്ലൂഡഡ് ആയിരിക്കും അയാളുടെ ഗ്രോസ് സാലറി എന്ന് പറയണേ. അപ്പം നെറ്റ് സാലറി എന്ന പ്രോബ്ലത്തിൽ തന്നാൽ മാത്രമേ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു പ്രൊവിഡൻറ്റ് ഫണ്ട് സെപ്പറേറ്റ് ആയിട്ട് ആഡ് ചെയ്യണ്ടൂ. അല്ലാത്തതെല്ലാം അതിൽ ഇൻക്ലൂഡഡ് ആണ്. നിങ്ങളായിട്ട് പ്രത്യേകിച്ച് ഒന്നും ചെയ്യണ്ട. എംപ്ലോയേഴ്സ് കോൺട്രിബ്യൂഷൻ ടു ദ ഫണ്ട് അറ്റ് 15% ഓഫ് ദ സാലറി. ഇത് അഡ്ജസ്റ്റ്മെൻ്റ് ഉണ്ട്. റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ടിലേക്ക് എംപ്ലോയർ കോൺട്രിബ്യൂട്ട് ചെയ്തു എന്ന് പറഞ്ഞാൽ എന്താ നിയമം പഠിപ്പിച്ചേക്കണേ? അപ് ടു 12% ഓഫ് എംപ്ലോയി സാലറി വിൽ ബി എക്സംപ്റ്റഡ്, എക്സസ് വിൽ ബി ടാക്സബിൾ. അതിൽ കൂടുതലുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കണമെന്നാണ് പറഞ്ഞേക്കണേ. അപ്പോൾ ഇവിടെ 15% ആണ് കൊടുക്കണേ. 12% എക്സംഷൻ കൊടുക്കുക, 3% ടാക്സബിൾ ആക്കുക. അതാണ് നിയമം. ഇനി ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു ദ പ്രൊവിഡൻറ്റ് ഫണ്ട് അറ്റ് ദ റേറ്റ് ഓഫ് 9.5% പെർ ആനം ഈസ് 5,600. അപ്പോൾ ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് തന്നേക്കണത് 9.5% ആണ്. നമ്മൾ പഠിച്ചേക്കുന്ന തിയറി എന്ന് പറയുന്നത് അപ് ടു 9.5% എക്സംപ്റ്റഡ്, എക്സസ് വിൽ ബി ടാക്സബിൾ. അപ്പോൾ പ്രത്യേകിച്ച് ഫുൾ എക്സംപ്റ്റഡ് ആണ്. ഹീ ഈസ് പ്രൊവൈഡഡ് വിത്ത് ഫ്രീ ലഞ്ച് ഇൻ ഓഫീസ്. ദ കോസ്റ്റ് പെർ മീൽ ഈസ് ₹30. പെർക്വിസിറ്റ് ആണ് അല്ലേ? ഓഫീസ് ടൈമിൽ ഓഫീസ് പ്രിമിസസിൻ്റെ ഉള്ളിൽ ലഞ്ച് കൊടുക്കേണ്ടതെന്ന് പറഞ്ഞാൽ നമ്മൾ പഠിപ്പിച്ചേക്കുന്ന തിയറി ഇതാണ്. 1 day ₹50 വരെ എക്സംപ്റ്റഡ് ആണ്. അതിൽ കൂടുന്നുണ്ടെങ്കിൽ മാത്രം ടാക്സ് കൊടുക്കുക. അപ്പോൾ ₹50 വരെ ഓക്കെയാണ്. അതിൽ കൂടുന്നുണ്ടെങ്കിൽ ടാക്സ് കൊടുക്കണം. ഇപ്പോൾ ഇവിടെ ₹30 തന്നിട്ടുള്ളൂ, അതുകൊണ്ട് ഫുള്ളി എക്സംപ്റ്റഡ്. The employer has given him a small car which he uses for his personal and official use. സ്മോൾ കാറ് എന്ന് പറഞ്ഞാൽ 1.8 cc താഴെയുള്ളത് ചെറിയ കാറ് കൊടുക്കുന്നുണ്ട്. ആ കാറ് അയാൾ പേഴ്സണൽ ആവശ്യത്തിനും ഒഫീഷ്യൽ ആവശ്യത്തിനും വേണ്ടി ഉപയോഗിക്കുന്നുണ്ട്. ഹി മീറ്റ്സ് എക്സ്പെൻസ് ഓഫ് ദ കാർ വിച്ച് ഈസ് യൂസ്ഡ് ഫോർ പേഴ്സണൽ പർപ്പസ്. പേഴ്സണൽ പർപ്പസിന് ഉപയോഗിക്കുന്നതിൻ്റെ എക്സ്പെൻസൊക്കെ അയാൾ തന്നെയാണ് മീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ കാറിൻ്റെ മിസ് 4 കേസായിട്ടാണ് പഠിപ്പിച്ചേക്കണേ അല്ലേ? എന്താ കേസ് എന്ന് പറഞ്ഞാൽ അത് കാറിൻ്റെ ഒന്നും കൂടി ഡീറ്റെയിൽ ആവാനായിട്ട് മിസ്സിനെ ഓൾറെഡി പറഞ്ഞേക്കണം. മോട്ടോർ കാർ എന്നുള്ള ക്ലാസ് ഒന്നുകൂടെ കാണുക കേട്ടോ. മിസ് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്, മോട്ടോർ കാറിൻ്റെ അഡ്ജസ്റ്റ്മെൻ്റ് എന്ന് പറഞ്ഞിട്ട്. ആ ക്ലാസ് നല്ലോണം കാണുക. അതിൽ 4 കേസായിട്ടാണ് നമ്മൾ പറയണേ. ഒന്ന്, എംപ്ലോയറുടെ കാറ് എംപ്ലോയർ തന്നെ എക്സ്പെൻസ് മീറ്റ് ചെയ്യണു. രണ്ടാമത്തെ, എംപ്ലോയറുടെ കാറ് എംപ്ലോയി എക്സ്പെൻസ് മീറ്റ് ചെയ്യണു. മൂന്നാമത്തെ, എംപ്ലോയിയുടെ കാറ് എംപ്ലോയർ എക്സ്പെൻസ് മീറ്റ് ചെയ്യണു. നാലാമത് പിന്നെ ഇല്ല, എംപ്ലോയിയുടെ കാറ് എംപ്ലോയി എക്സ്പെൻസ് മീറ്റ് ചെയ്യണു. അപ്പോൾ അതിൻ്റെ ഓരോന്നിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ് അവിടെ ഡീറ്റെയിൽ ആയിട്ട് ആ ക്ലാസ്സിൽ പറയുന്നുണ്ട്. അതൊന്നുകൂടെ ചെന്ന് നിങ്ങൾ നോക്കുക. അപ്പോൾ ഇവിടെ ഒരു സ്മോൾ കാറാണ് കൊടുക്കണേ. ആ സ്മോൾ കാറിൻ്റെ എക്സ്പെൻസുകൾ ഉപയോഗിക്കുന്നത് എംപ്ലോയർ കൊടുത്തേക്കുന്ന കാറാണ്. അതിൻ്റെ എക്സ്പെൻസ് മീറ്റ് ചെയ്യണത് എംപ്ലോയി തന്നെയാണ്.
Then compute his income from salary for the assessment year 2020-21. 2021 അതിൻ്റെ ആൻസർ എങ്ങനെയാണെന്ന് കാണാനാണ് നമ്മളോട് പറഞ്ഞേക്കണേ. അപ്പോൾ ഇവിടെ വരച്ചേക്കണ പോലെ ഒരു ഫോർമാറ്റ് വരയ്ക്കുക. ഹെഡിങ് കൊടുക്കുക, കമ്പ്യൂട്ടേഷൻ ഓഫ് സാലറി ഇൻകം ഓഫ് മിസ്റ്റർ ബാബുരാജ് ഫോർ ദ അസസ്മെൻറ്റ് ഇയർ 2020-21. സാലറി ഫസ്റ്റ് തന്നേക്കണ ഐറ്റം സാലറി പെർ മന്ത് തന്നേക്കണോണ്ട് ഇന്നർ കോളത്തിൽ 9,000 ഇൻറ്റു 12, ഔട്ടർ കോളം 1,08,000. ബോണസ് പറഞ്ഞേക്കണത് 2 months സാലറി എന്നാണ്. അപ്പോൾ ഇന്നർ കോളം എന്ത് ചെയ്താൽ 9,000 ഇൻറ്റു 2, അപ്പോൾ 18,000 ടു ഔട്ടർ കോളം. ഡോഗ് അലവൻസ് പ്രത്യേകിച്ച് മിസ് പഠിപ്പിച്ചേക്കുന്ന ടൈപ്സ് ഓഫ് അലവൻസിൽ ഡോഗ് അലവൻസ് എന്ന് പറഞ്ഞിട്ട് ഐറ്റം നമ്മൾ കണ്ടില്ല അല്ലേ. അപ്പോൾ അങ്ങനെ തരാത്ത ബാക്കി എല്ലാ ഐറ്റവും അലവൻസുകളും ഫുള്ളി ടാക്സബിൾ ആണ്. പാർഷ്യലി ടാക്സബിൾ ആണെങ്കിലോ ഫുള്ളി എക്സംപ്റ്റഡ് ആണെങ്കിലോ നമ്മൾ സെപ്പറേറ്റ് പഠിച്ചിട്ടുണ്ട്. അതല്ലാതെ വേറെ ഏത് പേരിൽ തന്നാലും അത് ഫുള്ളി ടാക്സബിൾ ആണ്. അപ്പോൾ ഡോഗ് അലവൻസ് 150 ഇൻറ്റു 12, ഔട്ടർ കോളം 1,800. സ്പെഷ്യൽ അലവൻസ് അതും പ്രത്യേകിച്ച് തരാത്തതാണ്. അപ്പോൾ എന്ത് ചെയ്യുക, 120 ഇൻറ്റു 12, ഔട്ടർ കോളം 1,440. ഇനി എംപ്ലോയിയുടെ കോൺട്രിബ്യൂഷൻ മിസ് പറഞ്ഞു നെറ്റ് സാലറി എന്ന് പറഞ്ഞ പ്രോബ്ലത്തിൽ തന്നാൽ മാത്രമേ എംപ്ലോയി കോൺട്രിബ്യൂഷൻ ടു RPF സെപ്പറേറ്റ് നിങ്ങൾ ആഡ് ചെയ്യണ്ടു. അതല്ലെങ്കിൽ അയാളുടെ ഗ്രോസ് സാലറിയിൽ അയാളുടെ ഈ എംപ്ലോയർ കോൺട്രിബ്യൂഷനും കൂടെ പെട്ടിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട. ഇനി എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എടുക്കുക. എംപ്ലോയറുടെ കോൺട്രിബ്യൂഷൻ 15% എന്നാണ് തന്നേക്കണേ. അപ്പോൾ സാലറി എന്ന് പറഞ്ഞാൽ നോർമലി നമ്മൾ ബേസിക് സാലറി, DA ഫോംസ് പാർട്ട് ഓഫ് സാലറി, കമ്മീഷൻ ഓൺ ടേൺ ഓവർ ബേസിസ്, ഇങ്ങനെയാണ് നമ്മൾ സാലറി എടുക്കാറ്. പക്ഷേ ഈ പ്രോബ്ലത്തിൽ കമ്മീഷനും ഇല്ല, DA ഇല്ല. അതുകൊണ്ട് എന്ത് ചെയ്യുക, ബേസിക് സാലറി മാത്രം എടുത്താൽ മതി. ബേസിക് സാലറിയുടെ 1,08,000ൻ്റെ 15% കാണുക. ഇന്നർ കോളം 16,200 എന്ന് എഴുതാം. മൈനസ് എക്സംപ്റ്റഡ്. നമ്മൾ പഠിച്ചേക്കണ തിയറി എന്താ, എംപ്ലോയർ കോൺട്രിബ്യൂഷൻ ടു റെക്കഗ്നൈസ്ഡ് പ്രൊവിഡൻറ്റ് ഫണ്ട് ഈസ് എക്സംപ്റ്റഡ് അപ് ടു 12% ഓഫ് എംപ്ലോയി സാലറി. അപ്പോൾ 1,08,000ൻ്റെ 12% കാണുക. അത് 12,960 എന്ന് കിട്ടും. അത് ക്ലോസ് ചെയ്തിട്ട് ബാലൻസ് 3,240 എവിടേക്ക് എഴുതുക, ഔട്ടർ കോളം എടുത്ത് എഴുതുക. അപ്പോൾ ആക്ച്വലി നമ്മൾ എംപ്ലോയർ കോൺട്രിബ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് 1,08,000ൻ്റെ 3% എന്ന് പറഞ്ഞാൽ എക്സ്ട്രാ വന്നേക്കുന്നത് 3% കണ്ടാൽ ഈ 3,240 കിട്ടും. പക്ഷെ നമ്മളുടെ പഠിച്ചേക്കുന്ന തിയറിയുടെ ആ ഒരു ബേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് മിസ് 15% കണ്ട് അതിൽ നിന്ന് 12% മൈനസ് ചെയ്ത് കണ്ടേക്കണേ കേട്ടോ. അടുത്തൊരു ഐറ്റം എഴുതണം എന്നില്ല, പക്ഷെ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടി പ്രോബ്ലം ക്ലിയർ ആവാനാണ് മിസ് എഴുതിയേക്കണേ. ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു RPF അറ്റ് ദ റേറ്റ് ഓഫ് 9.5%, 5,600. തിയറി ബേസ് എന്താണ്, ഇൻട്രസ്റ്റ് ക്രെഡിറ്റഡ് ടു RPF ഈസ് എക്സംപ്റ്റഡ് അപ് ടു 9.5% എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ 9.5 തന്നെയാണ് തന്നേക്കണേ. സോ ഇറ്റ് ഈസ് ഫുള്ളി എക്സംപ്റ്റഡ്. ഇനി നമുക്ക് പറയണത് ഫ്രീ ലഞ്ചാണ്. ഫ്രീ ലഞ്ച് തന്നേക്കണത് ₹30 പെർ മീൽ എന്നാണ്. പഠിച്ചേക്കണ തിയറി ഇതാണ്, ഓഫീസ് അവേഴ്സിൽ ഓഫീസ് പ്രെമിസസിൻ്റെ ഉള്ളിൽ ഫ്രീ മീൽ കൊടുക്കുന്നുണ്ടെങ്കിൽ ഒരു ദിവസം 50 രൂപയുടെ മീൽ വരെ ഫ്രീ ആണ്. അതിൽ കൂടുതലുണ്ടെങ്കിൽ ടാക്സ് കൊടുത്താൽ മതി എന്നാണ്. അപ്പോൾ ഇവിടെ 30 രൂപ എന്ന് തന്നേക്കണോണ്ട് അതും എക്സംപ്റ്റഡ് നില്ലെന്ന് എഴുതുക. അടുത്തത് വാല്യൂ ഓഫ് മോട്ടോർ കാറാണ്. നിർബന്ധമായിട്ടും ഇത് ചെയ്യുന്നതിന് മുമ്പ് യു ഗോ ത്രൂ ദി മോട്ടോർ കാർ അഡ്ജസ്റ്റ്മെൻറ്റിൻ്റെ മിസ്സിൻ്റെ ക്ലാസ് കാണുക. അത് പഠിച്ചതിന് ശേഷം മാത്രം ഇത് നോക്കുക കേട്ടോ. വാല്യൂ ഓഫ് മോട്ടോർ കാർ, ഇവിടെ മോട്ടോർ കാർ അഡ്ജസ്റ്റ്മെൻറ്റ് പറഞ്ഞേക്കണത് എംപ്ലോയറുടെ കാറ്, പക്ഷേ അതിൻ്റെ പ്രൈവറ്റ് യൂസിന് ഉപയോഗിക്കുന്നതിൻ്റെ എല്ലാ എക്സ്പെൻസും മീറ്റ് ചെയ്യണത് എംപ്ലോയി. അപ്പോൾ രണ്ടാമത്തെ കേസാണ്. കാർ ഓൺഡ് ബൈ ദ എംപ്ലോയർ, എക്സ്പെൻസസ് മെറ്റ് ബൈ ദി എംപ്ലോയി. അപ്പോൾ അതിലെ തിയറി എന്താണ്, ഇഫ് ഇറ്റ് ഈസ് സ്മോൾ കാർ 1.6 ലിറ്റർ CCനേക്കാൾ കുറവുള്ള സ്മോൾ കാർ ആണെങ്കിൽ 600 പെർ മന്ത്, അല്ല വലിയ കാറാണെങ്കിൽ 900 പെർ മന്ത്. ഇവിടെ സ്മോൾ കാർ ആയതുകൊണ്ട് 600 ഇൻറ്റു 12 7,800, 7,200. ഇനി ഇതോടൊപ്പം ഡ്രൈവറെ കൊടുത്തു എന്ന് പറഞ്ഞാൽ 900 വീണ്ടും ആഡ് ചെയ്യണം. പക്ഷേ ഈ പ്രോബ്ലത്തിൽ ഡ്രൈവറുടെ കേസ് പറയാത്തതുകൊണ്ട് 600 മാത്രം മതി. അപ്പോൾ നമുക്ക് ഇത്രയേ ഉള്ളൂ ഐറ്റം തന്നേക്കണത്, എല്ലാം കൂടെ ആഡ് ചെയ്യുക. അപ്പോൾ ഗ്രോസ് സാലറി 1,39,680 എന്ന് നമുക്ക് ആൻസർ കിട്ടും. ഇത് കഴിഞ്ഞാൽ
ഇനി നമ്മൾ പഠിച്ചേക്കണത് എന്താണ്? ഗ്രോസ് സാലറിന്ന് സെക്ഷൻ 16 പ്രകാരം ചില ഡിഡക്ഷൻസ് നമുക്ക് കിട്ടും. ആ ഡിഡക്ഷൻസ് കഴിച്ചിട്ട് ബാക്കിയുള്ളതിനെയാണ് നമ്മൾ എന്തെന്ന് പറയണേ? ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി എന്ന് പറയണേ. അപ്പോൾ ഏതൊക്കെയാണെന്ന് ഓർമ്മയുണ്ടോ? ഫസ്റ്റ് ഡിഡക്ഷൻ ഏതായിരുന്നു? സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അറ്റ് ദ റേറ്റ് ഓഫ് 50,000 റുപ്പീസ്. അത് ആക്ച്വൽ സാലറി ഓർ ₹50,000 വിച്ച് എവർ ഈസ് ലെസ് എന്നാണ് നമ്മൾ പറഞ്ഞേക്കണേ. ഇവിടെ അപ്പോൾ 50,000 രൂപയാണ് ആദ്യത്തെ ഡിഡക്ഷൻ. അപ്പോൾ അതങ്ങോട്ട് മൈനസ് ചെയ്യുക. ലെസ് സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16(1) 50,000 മൈനസ് ചെയ്തു. ഇനി ഏതെങ്കിലും ഡിഡക്ഷൻ ഉണ്ടോ നോക്കൂ. രണ്ടാമത്തെ ഡിഡക്ഷൻ മിസ് പഠിപ്പിച്ചത് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16(2). അത് ഗവൺമെൻറ് എംപ്ലോയിക്ക് മാത്രമേ കിട്ടുള്ളൂ എന്ന് പറഞ്ഞു. എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കിട്ടുന്ന വ്യക്തിയുമായിരിക്കണം. ഇവിടെ നമ്മുടെ മിസ്റ്റർ ബാബുരാജിൻ്റെ പ്രോബ്ലമാണ്. അദ്ദേഹം ഗവൺമെൻറ് എംപ്ലോയി അല്ല, അതോടൊപ്പം അയാൾക്ക് എൻ്റർടൈൻമെൻറ്റ് അലവൻസ് കിട്ടുന്നുമില്ല. അപ്പോൾ ആ ഡിഡക്ഷൻ വേണ്ട. മൂന്നാമത്തെ ഡിഡക്ഷൻ പ്രൊഫഷണൽ ടാക്സ് പെയ്ഡ് ബൈ ദ എംപ്ലോയർ ഓർ എംപ്ലോയി, ആരെങ്കിലും അടയ്ക്കുന്ന പ്രൊഫഷണൽ ടാക്സ്, അതും നമുക്കിവിടെ തന്നിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് അതും ഡിഡക്ഷൻ കൊടുക്കേണ്ട. അപ്പോൾ ഒരേ ഒരു ഡിഡക്ഷനേ ഉള്ളൂ, സ്റ്റാൻഡേർഡ് ഡിഡക്ഷൻ അണ്ടർ സെക്ഷൻ 16(1) മാക്സിമം 50,000. അപ്പോൾ ബാക്കി ഇൻകം അണ്ടർ ദ ഹെഡ് സാലറി എത്രയാണ്? 89,680.